പ്രേം നസീർ ഫൗണ്ടേഷന്റെ 20ാമത് പ്രേം നസീർ പുരസ്കാരം സംവിധായകനും ജനം TV ചെയർമാനുമായ പത്മശ്രീ പ്രിയദർശൻ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പുരസ്കാരം സമ്മാനിച്ചു. പ്രിയദർശൻ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. മലയാള സിനിമയുടെ ദൈവമാണ് പ്രേം നസീറെന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ അഭിമാനമെന്നും പ്രിയദർശൻ പറഞ്ഞു. മലയാളത്തിന്റെ നിത്യഹരിതനായകൻ പ്രേം നസീറിന്റെ 37ാമത് ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം. മലയാള സിനിമയിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഉയർന്ന പ്രിയദർശൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രശസ്തി പത്രവും BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പുരസ്കാരം സമ്മാനിച്ചു. മലയാള സിനിമയുടെ ദൈവമാണ് പ്രേം നസീർ എന്ന് പ്രിയദർശൻ പറഞ്ഞു. പത്മശ്രീക്കും പത്മഭൂഷണും മുകളിലാണ് പ്രേം നസീറിന്റെ സ്ഥാനം. ഇന്നത്തെ നടന്മാർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം നേടാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രിയദർശൻ പറഞ്ഞു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്മഭൂഷണും പത്മശ്രീക്കും ഒക്കെ മുകളിൽ ഈ മനുഷ്യൻ വലുതാകുന്നത്. I can proudly say Nasir sir is a god of Malayalam cinema. He's a god of Malayalam cinema. നസീർ സാർ ഇല്ലാത്തൊരു മലയാള സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. അതുകൊണ്ട് അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിനു മുൻപും. ആ അംഗീകാരങ്ങളെല്ലാം പ്രോത്സാഹനങ്ങളായിരുന്നു. You always say that every award is a recognition. This award is not a recognition. This is my pride. ഇതെൻ്റെ അഭിമാനമാണ്. ആസ്വാദനം മാത്രമല്ല, സമൂഹത്തിനുള്ള മികച്ച സന്ദേശം കൂടിയാണ് സിനിമകൾ നൽകുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പറഞ്ഞു. പ്രിയദർശന് പുരസ്കാരം നൽകിയതിലൂടെ പ്രേം നസീർ എന്ന അതുല്യ കലാകാരൻ ഓർമ്മിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Padmabhushan Prem Nazir himself was a legend. I need not tell you all how great he was. As our friend Priyadarshan ji has said, Prem Nazir was a god of cinema, Malayalam cinema. Very rightly he has put. He understood what he was. The Padma Bhushan which he was awarded, it's just not an accident. It was the thoughtful process and his dedication towards the cinema that brought him the Padma Bhushan. And that is why he is also honored. Prem Nazir has given lot of things to Kerala, to our cinema here in Kerala. ഇന്ത്യൻ സിനിമയിൽ മലയാളിയുടെ പേര് എഴുതി ചേർത്ത വ്യക്തിത്വമാണ് പ്രിയദർശനെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ പറഞ്ഞു. പ്രേം നസീർ എന്ന മഹാനടന്റെ പേരിലുള്ള പുരസ്കാരം പ്രിയദർശൻ നൽകിയതിലൂടെ പുരസ്കാരത്തിന്റെ വാല്യൂ ഉയർന്നെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. എന്ന് പറയുന്ന പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം, ഒരുപക്ഷെ ഹിന്ദി സിനിമകളിൽ ഒരു ഡയറക്ടർ ഏറ്റവും കൂടുതൽ പടം ഡയറക്ട് ചെയ്തിട്ടുള്ള 2ാം സ്ഥാനം പ്രിയദർശനാണ്. 2-3 സിനിമകളുണ്ട്. ഇനി 2 സിനിമ കൂടി ഹിന്ദിയിൽ എടുത്താൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ ഹിന്ദി സിനിമ ചെയ്യുന്ന മലയാള സംവിധായക, മറ്റു ഭാഷ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത നടനായി അദ്ദേഹം 2 സിനിമ കൂടി ചെയ്താണ്. ഹിന്ദിയിൽ 2 സിനിമ കൂടി ചെയ്ത. അപ്പൊ ചെറിയ കാര്യമല്ല. നസീർ സാറിന്റെ പുരസ്കാരം പ്രിയന് കൊടുക്കുമ്പോൾ അത് അർഹതയാണ്. 2 തരത്തിലുണ്ട്. ഒന്ന്, ഈ പുരസ്കാരം ആരുടെ പേരിലുള്ളത് എന്നത് വളരെ പ്രധാനം. അത് വാങ്ങുന്ന ആൾ ആര് എന്ന് 2ാമത്തെ പ്രധാനം. പ്രേം നസീർ എന്ന മഹാനടന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ പ്രിയദർശന് കൊടുക്കുമ്പോൾ ഈ പുരസ്കാരത്തിന്റെ വാല്യൂ വർദ്ധിക്കുകയാണ്. ചടങ്ങിൽ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഒപ്പം പ്രേം നസീർ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് ലോഞ്ചും പ്രേം നസീർ സദേൻ ചാപ്റ്ററും പ്രകാശനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ G സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. തിക്കുറിശി സുകുമാരൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, P ഭാസ്കരൻ, മധു, മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇതിനു മുമ്പ് പ്രേം നസീർ പുരസ്കാരം കരസ്ഥമാക്കിയ പ്രമുഖർ. ജനം, തിരുവനന്തപുരം.